ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹകാലത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ഐ ആം എന്ന് പറയുന്ന ഞാനാണ് എന്ന് പറയുന്ന വാക്യങ്ങളിലെ ഒരു ദൈവീകമായ ഇടപെടലുകൾ മുഴുവൻ ഒരു ടൈറ്റിലിൽ ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈറ്റിലാണ് ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഗുഡ് ഷെപ്പേർഡ് സൺഡേ ആചരിച്ചു. പക്ഷെ നമ്മൾ അന്നേരം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ 10-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന യോഹന്നാൻ 10:10 എന്ന വാക്യത്തിൽ തീരുകയായിരുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്ന് ഉള്ള ആ ടൈറ്റിലിന്റെ താഴെ 2 തവണ ഈശോ ഈ നല്ല ഇടയൻ എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നല്ല ഇടയനാണെന്ന് 11-ാമത്തെ വാക്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 14-ാമത്തെ വാക്യത്തിലും ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. 9-ാമത്തെ വാക്യത്തിലാണ് ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറയുന്ന വാക്യം ഈശോ ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ടും ഈ ഒരു ടൈറ്റിലും ഈശോ 2 തവണ ഉപയോഗിക്കുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും ഞാനാണ് ആടുകളുടെ വാതിൽ. വീണ്ടും ഈശോ പറയുകയാണ്, ഞാനാണ് വാതിൽ. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ നല്ല ഇടയനാണെന്നുള്ള വാക്യവും 2 തവണ ഉപയോഗിക്കുകയാണ്. 10-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിലും 14-ാമത്തെ വാക്യത്തിലും. ഇതിനിടയിൽ കൃത്യമായിട്ടും 12-13 വാക്യങ്ങളിലായിട്ട് ഇതിന്റെ നേർ വിപരീതമായ ഒരു വാക്ക് ഈശോ ഉപയോഗിക്കുന്നുണ്ട്, കൂലിക്കാരൻ. ഈ നല്ല ഇടയൻ എന്ന് പറഞ്ഞ വാക്യം, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന വാക്യം ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്യങ്ങൾ, 11ഉം 14 വാക്യങ്ങൾക്ക് ഇടയിലായിട്ട് 12-13 വാക്യങ്ങളിലായിട്ട് കൂലിക്കാരൻ എന്ന വാക്ക് 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പറയുന്നത് ഇങ്ങനെയാണ്, ഇടയനല്ലാത്തവരും ആടുകൾ സ്വന്തമല്ലാത്തവരുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടികൂടുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം ഈശോനെ കൂലിക്കാരൻ എന്ന ആ ഒരു ടേം ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാം, ഈശോ വീണ്ടും ഇതേ രീതിയിൽ 13-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. അപ്പൊ ഈ കൂലിക്കാരൻ എന്ന് പറയുന്നത് ആടുകളുടെ മേൽ താല്പര്യമില്ലാത്തവനാണ്. അവന്റെ തന്നെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ, അവന്റെ ലാഭങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അതാണ് കൂലിക്കാരൻ. ഹേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, വാടകയ്ക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷ് നമ്മൾ ആ വാക്ക് സൂചിപ്പിക്കുന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ആടുകൾ അവന്റെ സ്വന്തം അല്ല, അത് അവന്റെ ബോധ്യമാണ്. അങ്ങനെ അവൻ ചിന്തിക്കുകയാണ്, ഇതെന്റെ അല്ല. എന്നിട്ട് ആ ആടുകളിങ്ങനെ ചെന്നായി വരുമെന്ന് കാണുമ്പോഴത്തേക്ക് അവയെ ഉപേക്ഷിച്ച് അവൻ രക്ഷപ്പെട്ടു പോകുന്നു. കാര്യം അവന്റെ സുരക്ഷിതത്വമാണ് നോക്കുന്നത്. അവന് ഈ ആടുകളുടെ സുരക്ഷിതത്വം വലിയ പ്രാധാന്യമില്ല. അവന്റെ സുരക്ഷിതത്വം, അവന്റെ നേട്ടങ്ങള്, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് വ്യക്തമായിട്ടും നമ്മൾ ഓർപ്പിക്കുന്നൊരു കാര്യം, നല്ല ഇടയൻ ആണോ കൂലിക്കാരനാണോ നമ്മൾ? ഇതാണ് ഈ സുവിശേഷം നമുക്ക് മുമ്പിൽ ഉന്നയിക്കുന്ന ചോദ്യം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 10-ാം വാക്യം ആ ജീവന്റെ സമൃദ്ധിയെ കുറിച്ച് ഈശോ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 11-14 വാക്യങ്ങളിലായിട്ട് നല്ല ഇടയനെ കുറിച്ച് പറഞ്ഞിട്ട് അതിനിടയിലുള്ള 2 വാക്യങ്ങളിലായിട്ട് കൂലിക്കാരനെ കുറിച്ച് പറയുകയാണെന്ന്. ചോദ്യമാണ്, നീ നല്ല ഇടയനാണോ കൂലിക്കാരനാണോ? നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഇടയന്മാരെയും കൂലിക്കാരെയും കാണാൻ സാധിക്കും. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല ഇടയന്മാരായി നിന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരവരുടെ കാര്യം മറന്ന്, അവരുടെ ലാഭങ്ങളും അവരുടെ നഷ്ടങ്ങളും മറന്ന്, ചെന്നായി വരുമ്പോൾ ഓടിപ്പോകാതെ ജനത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നല്ല ഇടയന്മാരായ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ
ഈ ജനത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കാര്യമായ അഴിമതി നടത്തി തനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നതെല്ലാം സമ്പാദിച്ച് തനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ച് ജനത്തിന് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാതെ മുന്നോട്ട് പോകുന്ന സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരെ കൂലിക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കൃത്യമായി നമ്മുടെ നാട്ടിൽ കാണുന്ന കാഴ്ചയാണ്. ഇത് സഭയ്ക്കകത്തുമുണ്ട്. സഭയ്ക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇനി സമർപ്പിതരിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. അവരവരുടെ ലാഭനഷ്ടങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കൂലിക്കാർ അവരുടെ ലാഭനഷ്ടം, ഇപ്പം ഈ കൂലിക്ക് വരുന്ന ആൾ എന്താ ചെയ്യുന്നത്? അവർക്ക് ലാഭം ഉണ്ടാവുമെന്ന് നോക്കുന്നു, അവർക്ക് ലാഭമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, വളരെ മിനിമം ജോലി ചെയ്യുന്നു. എനിക്ക് ഇത്രയും കൂലിയല്ലേ കിട്ടുന്നുള്ളൂ, ആ കൂലിക്കുള്ള പണിയെ ഞാൻ എടുക്കത്തുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ പണി എടുക്കത്തില്ല എന്ന് നിർബന്ധമായിട്ട് നിൽക്കുന്നു. പക്ഷെ നല്ല ഇടയനാണെങ്കിലോ ഈ കൂലിയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നില്ല. കൂലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതെന്റെ ഉത്തരവാദിത്വമാണ്, കാരണം എനിക്ക് ആടുകളോടൊരു സ്നേഹമുണ്ട്, ആടുകൾ എന്റേതാണ്, അവയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് നല്ല ഇടയന്റെ ചിന്ത. അയാള് കൂലിയെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, അയാളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അയാളുടെ സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നല്ല ഇടയിൽ ചിന്തിക്കുന്നത്. പക്ഷെ കൂലിക്കാരൻ അയാൾ കിട്ടേണ്ട ലാഭത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ അയാൾക്ക് ലാഭം കുറയുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ഈ കൂലി കോമ്പൻസേറ്റ് ചെയ്യുന്നത്, കൂലിയുടെ ആ വിടവ് നികത്തുന്ന രീതിയിലുള്ള ലാഭം പലയിടങ്ങളിൽ നിന്നും അയാൾ തന്നെ ഒപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ അഴിമതിയിലൂടെ അയാൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ആർത്തിയുടെ ഭാഗമായിട്ട് മാറുന്നു, കൂടുതൽ കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ ചിന്ത എപ്പോഴും അവർക്ക് കിട്ടുന്ന പണം, അവർക്ക് കിട്ടുന്ന പദവി, അവർക്ക് കിട്ടുന്ന അംഗീകാരം, ഈ വക കാര്യങ്ങളാണ് അവരുടെ കൂലി. ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന തൊഴിൽ മേഖലയിലുള്ള ആളുകൾ നമുക്ക് കാണാം. ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന, ഈ ലാഭങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി, കൂടുതൽ കൂലി കിട്ടുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ സമർപ്പിതരുമുണ്ട്, അൽമായരുണ്ട്. അപ്പൊ ഇതാണോ ഈശോ ഉദ്ദേശിക്കുന്നത്? ഈശോ ഉദ്ദേശിക്കുന്നത് ഈ കൂലിക്കാരനായി ജീവിക്കാതെ, ഈ കൂലിക്കാരനായിട്ട് ജീവിക്കുക. നിനക്ക് വേണ്ട കൂലി കർത്താവ് തരും, നിത്യതയിൽ കർത്താവ് തരും ആ കൂലി, അതിനുവേണ്ടി ജീവിക്കുക. പക്ഷെ ഇപ്പൊ നീ ജീവിക്കേണ്ട നല്ല ഇടയനായിട്ടാ. നല്ല ഇടയനായിട്ട് ജീവിക്കുക. ആ നല്ല ഇടയനായിട്ട് ജീവിക്കുമ്പോൾ അതിന്റെ കൂലി ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് അതിനുള്ള കൂലി എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി അധ്വാനിക്ക്. നീ നിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടല്ല ജോലി ചെയ്യേണ്ടത്. ആടുകളോടുള്ള സ്നേഹത്തിന്റെ അളവിന്റെ പേരിലാണ് നീ ജോലി ചെയ്യേണ്ടത്. കൂലി അതാണ്. വ്യക്തമായിട്ടും ഈശോ നമ്മൾ ഓർമ്മിക്കുക. അതിങ്ങനെ നല്ല ഇടയനാണ് എന്ന് 2 തവണ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് വിപരീതമായ കൂലിക്കാരനാവല്ലേ എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ യോഹന്നാൻ 10-ാം അധ്യായം 11, 12, 13, 14 വാക്യങ്ങൾ. നമുക്ക് നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്ത് നോക്കാം. നമ്മൾ ഒരു കൂലിക്കാരനായിട്ടാണോ ജീവിക്കുന്നത്, നല്ല ഇടയനായിട്ടാണോ ജീവിക്കുന്നത്? നമ്മളായിരിക്കുന്ന മേഖലകളിൽ, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നല്ല ഇടയനായി മാറുവാനും വെറും ഒരു കൂലിക്കാരനായി അധംപതിച്ചു പോകാതിരിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.